ജീവിക്കുന്ന കാലത്തും ഞാൻ ജീവിച്ചില്ല. വന്ന് ഞാൻ ജീവിക്കുന്നത് ഈ 2025-ലാണ്. ഐയുടെ കാലമാണ് ഇത്. വല്ലാത്തൊരു ഫിത്ന നിറഞ്ഞ കാലമാണ്. അല്ലാ, നിനക്ക് ഞാനൊന്നും ഇതുവരെ ചെയ്തില്ല. നിന്റെ നല്ല നല്ല രുചികരമായ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചു. അൽഹംദുലില്ലാഹ് പറ. അല്ലാ, വൈവിധ്യങ്ങളായ രുചികരമായ എത്രയോ ഭക്ഷണം നീ എന്നെ തീറ്റിച്ചു. എത്രയോ രുചിയുള്ള വെള്ളം നീ എന്നെ കൊണ്ട് കുടിപ്പിച്ചു. അൽഹംദുലില്ലാഹ് പറ. എത്രയോ ഇഷ്ടം പോലെ നല്ല നല്ല ഡ്രസ്സ് ഞാൻ ധരിപ്പിച്ചു, നീ എന്നെ ധരിപ്പിച്ചു. അല്ലാ, ഭദ്രമായ സുദൃഢമായ മനോഹരമായ വീട്ടിൽ നീ എന്നെ താമസിപ്പിച്ചു. ആഗ്രഹിച്ച വാഹനങ്ങളിലെല്ലാം എന്നെ നീ യാത്ര ചെയ്യിപ്പിച്ചു. എല്ലാം നീ തന്നു. എത്രയോ വസന്തകാലങ്ങൾ നീ എന്നെ അനുഭവിപ്പിച്ചു. എത്രയോ ശരത്കാലങ്ങളെയും എത്രയോ ഹേമന്തങ്ങളെയും എത്രയോ ആഷാഢങ്ങളെയും എത്രയോ മഴക്കാലങ്ങളെയും എത്രയോ മഞ്ഞുകാലങ്ങളെയും നീ എനിക്ക് തന്നു. അല്ലാ, സുന്ദരങ്ങളായ റബീഉൽ അവ്വലുകൾ, എത്രയോ മനോഹരങ്ങളായ റജബ് മാസങ്ങൾ, എത്രയോ സൗന്ദര്യമേറെയുള്ള ശഅബാൻ മാസങ്ങൾ ജീവിതത്തിലൂടെ ചാക്രികമായി കറങ്ങിക്കൊണ്ടേയിരുന്നു. എത്ര സുഖങ്ങളാ നീ എനിക്ക് തന്നത്, എത്ര സന്തോഷങ്ങളാ നീ എനിക്ക് തന്നത്, എത്ര മനോഹരങ്ങളായ ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് എന്നെ നീ ജീവിപ്പിച്ചത്. അല്ലാ, ഞാനൊന്നും പകരം തിരിച്ചു തന്നില്ലല്ലോ. അല്ലാ, ഖൈരി ഇലൈക നാസിലുൻ. അല്ലാഹു തന്നെ പറയുന്നൊരു വാക്കാണ്, എന്നിൽ നിന്ന് നിനക്കെല്ലാ ഖൈറും ഇറങ്ങി വരുന്നു. വശർറുക ഇലയ്യ സ്വായിദുൻ. എന്നിൽ നിന്ന് എല്ലാ ഖൈറും നിന്നിലേക്ക് വരുമ്പോ നീ എനിക്ക് തിരിച്ചു തരുന്നത് ഷർറ് മാത്രമാണല്ലോ. പടച്ചവനെ, ഞാനൊരു നല്ല സുബ്ഹാനല്ലാഹ് ചൊല്ലിയില്ലല്ലോ, ഒരു നല്ല അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതുവരെ ഞാൻ മനസ്സറിഞ്ഞൊരു അല്ലെ 75 80 വയസ്സുള്ളൊരു മോമിനായ ഉപ്പാപ്പയുടെ അടുക്കലേക്ക് ചെന്നിട്ടല്ല. അല്ല, എപ്പോഴെങ്കിലും ഹൃദയം ചേർത്ത് നിങ്ങൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയോ എന്ന് ചോദിച്ചാൽ പറയും, ഉസ്താദേ അങ്ങനെ ചൊല്ലണോ എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതുവരെ അങ്ങനെ ചൊല്ലാൻ എനിക്ക് കഴിഞ്ഞിട്ടുമില്ല. അല്ലെ, നമ്മളിങ്ങനെ ആർക്കോ വേണ്ടി നമുക്ക് ദിക്റ് ദുആ നിൽക്കാനോ എന്നെല്ലാം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, അത് വല്ലാത്തൊരു വിവിട്ടുള്ള വിഷയമാണ്. ഇത് മാറാതെ നമ്മൾ നന്നാവൂല. പെട്ടെന്ന് ഇത് വേഗം തിരിയാൻ വേണ്ടിയിട്ട് ഒരു ഇടയ്ക്കുള്ള ഉദാഹരണം പറഞ്ഞുതരാം. നിസ്കാരത്തെ പ്രണയിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം അതിന്റെ ഭാഗമായി. അത്രയും പറയാൻ കഴിയൂ. എനിക്ക് ഇനിയും കുറെ അങ്ങോട്ട് പോകാനുണ്ട്. ടോർച്ച് കൊടുത്തിട്ട് ഞാൻ വരികയാണ്. എന്റെ കൂടെ തന്നെ ബേക്കിൽ വന്നോളണം. ഞാൻ പറഞ്ഞുതരാം. മരിക്കണമല്ല, എങ്ങനെയാലും മരിക്കണം. മരിക്കാൻ ഇങ്ങനെ കിടക്കുമ്പോണ്ടല്ലോ, കുറച്ചൊരു ദീനീ ബോധമുള്ള പുരക്കാരാണെങ്കിൽ ചുറ്റും നിന്നിട്ട് യാസീനോദം തുടങ്ങും. അപ്പം തന്നെ ഇവർക്കെല്ലാം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ വേഗം മരിപ്പിക്കണം. അതിന്റെ പണിയായത്. മറുപടി പറയാനുള്ള നാവ് കിട്ടൂല.